ദ ജേർണലിസ്റ്റിലേക്ക് ഇറാന്റെയും അമേരിക്കയുടെയും ചാര ഏജൻസികളെ തകർത്ത് ചാരക്കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് ശക്തമായി തിരിച്ചടിച്ച ഇറാന്റെ വേറിട്ടൊരു നീക്കത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായത്. അത് വെറുമൊരു ചടങ്ങായിരുന്നില്ല, മറിച്ച് കോടിക്കണക്കിന് ജനങ്ങൾ പങ്കെടുത്ത 9 ലക്ഷത്തോളം വരുന്ന ഇറാനിയൻ ജനസംഖ്യയിൽ 2 കോടിയിലധികം പേർ നേരിട്ട് പങ്കെടുത്ത 6 ദിവസം നീണ്ടുനിന്ന അതിവൈകാരികമായ സംസ്കാര ശുശ്രൂഷ ചടങ്ങായിരുന്നു അത്. അത്തരമൊരു ചടങ്ങ് വിജയകരമായി നടപ്പാക്കാൻ ഇറാൻ അക്ഷരാർത്ഥത്തിൽ വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ വെല്ലുവിളികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്കയുടെ യുദ്ധതന്ത്രങ്ങളിൽ പെടാതെ സമാധാനപരമായി ഈ ചടങ്ങ് പൂർത്തിയാക്കുക എന്നുള്ളതായിരുന്നു. കാരണം ഈ ചടങ്ങുകൾ നടക്കുന്ന അതേ സമയത്ത് ഇറാനെ പരമാവധി പ്രകോപിപ്പിച്ച് ഒരു യുദ്ധമുഖത്തേക്ക് ഇറക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അമേരിക്കയുടെ നേതൃത്വത്തിൽ പലയിടങ്ങളിലും ആക്രമണങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അതും ഇറാന്റെ തന്ത്രപ്രധാനമായ മേഖലയായ ബുഷഹർ ആണവ നിലയം, അതുപോലെ തന്നെ ഇറാന്റെ പ്രധാനപ്പെട്ട ദ്വീപുകൾ, ബന്ദർ അബ്ബാസ് അടക്കമുള്ള സൈനിക കേന്ദ്രങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കൊക്കെ തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തി ഇറാന്റെ നേതൃത്വത്തെ പ്രകോപിപ്പിച്ച് യുദ്ധത്തിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് അതിൻ്റെ പേരിൽ വീണ്ടും ഇറാനെ ആക്രമിക്കുക എന്ന നിലയിലുള്ള ഒരു സമ്മർദ്ദ തന്ത്രം അല്ലെങ്കിൽ ഒരു കടുത്ത യുദ്ധ നീക്കം അമേരിക്ക നടത്തിയിരുന്നു എന്ന് വേണം സംശയിക്കാൻ. കാരണം ഇവിടങ്ങളിലൊക്കെ ആക്രമണം നടക്കുകയാണ്. സ്വാഭാവികമായി ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്ന സമയത്ത് ഇത്തരമൊരു നീക്കം ഒരു യുദ്ധനീതിയല്ല. പക്ഷെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും എന്ത് നീതിയും നിയമവും, അവരുടെ കാര്യം മാത്രം നോക്കുന്നവരാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ആക്രമണം അവർ നടത്തും. അങ്ങനെ നടന്ന സമയത്ത് ഇറാൻ സ്വീകരിച്ച നയങ്ങൾ, ഇടപെടലുകൾ അത് വളരെയധികം ശ്രദ്ധേയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച്, ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ഒരു പോളിസി അല്ലെങ്കിൽ ഒരു യുദ്ധതന്ത്രം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ആത്മവീര്യം തകർക്കുക എന്നതാണ്. അതിനുവേണ്ടി ആ രാജ്യത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള നേതാക്കളെ ഒറ്റയടിക്ക് വധിക്കുന്നു. അതിനുശേഷം ആ രാജ്യം തളരുന്ന സമയത്ത് അവിടെ കയറി ഇടപെടുന്നു, നെഗോഷിയേറ്റ് ചെയ്യുന്നു, ആ രാജ്യത്തിൻ്റെ ഭരണം പോലും കൈയടക്കുന്നു. അങ്ങനെയുള്ള പല തന്ത്രങ്ങളും ഇവർ സ്വീകരിക്കാറുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വെനസ്വേലയിൽ അമേരിക്ക നടത്തിയ സൈനിക നീക്കം എന്തായിരുന്നു? അവിടുത്തെ ഭരണാധികാരിയെ പിടിച്ചുകൊണ്ടുവന്നു, ആ രാജ്യത്തിൻ്റെ ആത്മവീര്യം നഷ്ടപ്പെട്ടു, ആ രാജ്യത്തെ ദുർബലപ്പെടുത്തി, ഒടുവിൽ ആ രാജ്യത്തെ ഹൈജാക്ക് ചെയ്തു, അവിടുത്തെ എണ്ണപ്പാടങ്ങൾ സ്വന്തമാക്കി, ഇപ്പോൾ അത് കച്ചവടം നടത്തുന്നു. ഏതാണ്ട് സമാനമായ രീതിയിൽ ഇറാനിലേക്ക് ഫെബ്രുവരി 28 യുദ്ധം ചെയ്യുമ്പോൾ ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെ മനസ്സിൽ ഇത് തന്നെയായിരുന്നു. അതായത് ഇറാന്റെ ഭരണാധികാരികളെ കൊലപ്പെടുത്തുന്നു, അത് ചതിച്ചു കൊലപ്പെടുത്തുകയാണ്. ഒരു വശത്ത് ആണവ ചർച്ചകൾ നടക്കുന്നു, അതിൽ പങ്കെടുക്കുന്നവരെ അടക്കം മറുവശത്ത് പൊടുന്നനെ കൊലപ്പെടുത്തുന്നു. അപ്പോൾ അങ്ങനെ ആയത്തുള്ള അലി ഖാംനെയും ഒപ്പമുള്ള 40-ലധികം വരുന്ന പ്രധാനപ്പെട്ട നേതാക്കളും കൊല്ലപ്പെട്ടപ്പോൾ ഇവർ വിചാരിച്ചത് ഇതോടുകൂടി ഈ ഇറാന്റെ ആത്മവീര്യം തകരും, ഭരണപരമായ തകർച്ചയുണ്ടാകും, ജനങ്ങൾ ഭരണകൂടത്തിനെതിരെ തിരിയും. അങ്ങനെ നെഗോഷിയേറ്റ് ചെയ്ത് അവിടെ തങ്ങൾക്ക് അനുകൂലമായൊരു ഭരണം കൊണ്ടുവന്ന് അവിടുത്തെ എണ്ണയും ഊർജവും യുറേനിയവും ഒക്കെ തങ്ങളുടെ ആവശ്യത്തിന് യഥേഷ്ടം ഉപയോഗിക്കാമെന്നതൊക്കെ ആയിരുന്നു ട്രംപിൻ്റെയും കൂട്ടരുടെയും തന്ത്രം. പക്ഷേ അത് അട്ടപടലം പാളിപ്പോകുന്ന കാഴ്ചയാണ് നമ്മളന്ന് കണ്ടത്. അത് മൊസാദിന് അല്ലെങ്കിൽ അമേരിക്കൻ ചാര ഏജൻസികൾക്ക് ഒരിക്കലും സ്വപ്നം കാണാൻ പോലും പറ്റാത്ത തരത്തിലുള്ള നീക്കമായിരുന്നു. ഭിന്നിപ്പിക്കാൻ വന്നിട്ട് അവരെ ഒന്നിപ്പിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അതായത് ഇറാനിലൊരു വലിയ കലാപവും ഭിന്നിപ്പും ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുമെന്ന് വിചാരിച്ച് യുദ്ധം ചെയ്ത അമേരിക്കയ്ക്കും ഇസ്രായേലിനും സമാനതകളില്ലാത്ത വിധത്തിൽ ഇറാനിയൻ ജനതയും ഭരണകൂടവും ഒന്നിക്കുന്ന, ചേർന്ന് നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണേണ്ടി വന്നത്. അതുതന്നെയാണ് അവർക്ക് ലഭിച്ച ഏറ്റവും വലിയ തിരിച്ചടി. എന്ന് മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ്, മുജ്തബ ഖംനെയി ഈ പറയുന്ന മൊസാദ് ഉൾപ്പെടെയുള്ള ചാര സംഘടനകൾക്ക് കൊടുത്ത ശക്തമായ തിരിച്ചടിയാണ്. ഇപ്പോഴും എവിടെയാണ് മുജ്തബ എന്നത് സംബന്ധിച്ച് ഒരു തരത്തിലുള്ള വിവരവും ഈ മൊസാദിനോ അല്ലെങ്കിൽ അമേരിക്കൻ ചാര ഏജൻസികൾക്കോ ഇൻ്റലിജൻസിനോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സാധാരണഗതിയിൽ പിതാവ് കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊരു ചടങ്ങിൽ മുജ്തബ പങ്കെടുക്കേണ്ടതാണ്, അന്തിമോപചാരം അർപ്പിക്കാൻ അന്ത്യവിശ്രമം കൊള്ളുന്നിടത്ത് വരേണ്ടതാണ്. പക്ഷേ മുജ്തബ എവിടെയാണ് എന്ന് ഇപ്പോഴും ഒരു പിടുത്തവുമില്ലാത്ത അവസ്ഥയിലേക്ക് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ചാര ഏജൻസികൾ മാറിയിരിക്കുന്നു. അത് അവർക്ക് കിട്ടുന്ന ഏറ്റവും ശക്തമായ തിരിച്ചടിയാണ്. കാരണം ലോകത്ത് ആരെവിടെയുണ്ടെങ്കിലും സ്കെച്ച് ഇടാൻ കഴിയും, അവരെ പിടികൂടാൻ കഴിയും, അവർക്കെതിരെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന അഹങ്കാരത്തോടു കൂടി, അങ്ങനെ തന്നെ പറയാം, അങ്ങനെ ഒരു അഹങ്കാരത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു ചാര ഏജൻസിയാണ് മൊസാദ്. പക്ഷേ അവരുടെ പോലും കണ്ണുവെട്ടിച്ച്, അവർക്ക് പോലും കനത്ത തിരിച്ചടി കൊടുത്ത്, അവരുടെ ഈ പറയുന്ന
വീരവാദങ്ങൾ ഒന്നുമല്ല എന്ന് തെളിയിക്കുന്ന വിധത്തിൽ മുജ്തബ ഇപ്പോഴും സുരക്ഷിതമായ ഇടത്ത് തന്നെ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുജ്തബയെ ഇല്ലാതാക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ പ്രഖ്യാപിത അജണ്ടയാണ്. മുമ്പ് ഖസീം സുലൈമാനിയെ വധിച്ചപ്പോഴും ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഒക്കെ അജണ്ട അത് തന്നെയായിരുന്നു. അതായത് അവരുടെ യുദ്ധ പോളിസി എന്ന് പറയുന്നത് അവരുടെ രാജ്യത്തെ നെടുന്തൂണായി നിൽക്കുന്നത് ആരാണോ അവരെ വധിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടേണ്ട കൊല്ലപ്പെടേണ്ട ഒരാളാണ് മുജ്തബ എന്ന നിലയിൽ അദ്ദേഹത്തിന് വേണ്ടിയുള്ള തെരച്ചിലുകളും റഡാറിങ്ങും ഒക്കെ ഊർജിതമാക്കിയിരുന്നു ഈ ഏജൻസികൾ. പക്ഷേ ഇതുവരെ അതിൻ്റെ ഉള്ളിലേക്ക് വരാനായിട്ട് സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, മുജ്തബയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഇപ്പോൾ നോക്കുക, ഇവരുടെ ടോപ്പ് ലീഡേഴ്സിനെ സംരക്ഷിച്ചു നിർത്തുക എന്ന നിർണായകമായ ഒരു കാര്യമാണ് ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുജ്തബയെ ഈ വിധത്തിൽ സംരക്ഷിച്ചു നിർത്തുന്നത്. കാരണം മുജ്തബ ഈ ചടങ്ങിന് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? എവിടെയാണ് മുജ്തബ ഒളിവിൽ കഴിയുന്നത്? എവിടെ നിന്നാണ് വന്നത്? എങ്ങോട്ടാണ് പോകുന്നത്? അതുപോലെ തന്നെ ആരുമൊക്കെ ആയിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ആരൊക്കെയാണ് അടുത്തുള്ളത്? ഇനി അടുത്ത നീക്കങ്ങൾക്ക് വേണ്ടി ഏത് ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്? തുടങ്ങി പല കാര്യങ്ങളെക്കുറിച്ചും ഈ ചാര ഏജൻസികൾക്ക് അവരുടെ ചാരക്കണ്ണുകൾ ഉപയോഗിച്ച് കണ്ടെത്താൻ കഴിയും. മുമ്പ് ഇത്തരം കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകൾ കൂട്ടത്തോടെ സ്ഫോടനം നടത്തി വലിയൊരു അപായമുണ്ടാക്കിയൊരു ചരിത്രം മൊസാദിനുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇവർ നടത്തുന്ന കമ്മ്യൂണിക്കേഷനുകൾ എങ്ങനെയാണ്, ഇവരുടെ നീക്കങ്ങൾ എന്താണെന്ന് അറിഞ്ഞാൽ അത് തകർക്കാൻ ഈ ചാരക്കണ്ണുകൾ ഉപയോഗിച്ച് മൊസാദിന് കഴിയുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ചാരക്കണ്ണുകൾക്ക് പിടികൊടുക്കാതെ ആ ചാരക്കണ്ണുകൾ ചൂഴ്ന്നെടുത്തുകൊണ്ട് ഒളിവിലോ അല്ലെങ്കിൽ സുരക്ഷിതമായ മറ്റൊരിടത്തോ എവിടെയോ ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ മുഴുവൻ മുജ്തബ നിയന്ത്രിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പക്ഷേ മുജ്തബയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ടാകാം, എവിടെയെങ്കിലും ശസ്ത്രക്രിയ നടക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ചികിത്സയിലായിരിക്കാം, അല്ലെങ്കിൽ പുറത്തു വരാൻ കഴിയാത്ത വിധത്തിൽ ശരീരത്തിന് എന്തെങ്കിലും അംഗഭംഗം ഉണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും, ഇനി അങ്ങനെയാണ് എന്ന വാദങ്ങൾ ഉയരുമ്പോൾ, ഇനി അങ്ങനെയാണ് എന്ന് തന്നെ സമ്മതിച്ചാൽ പോലും ഈ യുദ്ധ നീക്കങ്ങൾ കൃത്യമായി നിയന്ത്രിക്കാൻ മുജ്തബയ്ക്ക് കഴിയുന്നുണ്ട്. അതായത് അമേരിക്ക ഒരു പ്രകോപനം ഉണ്ടാക്കുമ്പോൾ ആ പ്രകോപനത്തിൽ പെട്ടുപോകാതെ IRGCയെയും ഭരണ സംവിധാനങ്ങളെയും ഈ ചടങ്ങിലേക്ക് കേന്ദ്രീകരിപ്പിക്കാനുള്ള കമാൻഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ തിരിച്ചടിക്കേണ്ടത് എങ്ങനെയെന്നത് സംബന്ധിച്ച് കൃത്യമായ രൂപമുണ്ട്. എങ്ങനെയൊക്കെയാണ് വെല്ലുവിളികൾ നടത്തേണ്ടത്, എങ്ങനെയൊക്കെയാണ് തിരിച്ചടിക്കേണ്ടത്, ഏതൊക്കെ ഭാഗങ്ങളിൽ ആക്രമണങ്ങൾ തുടരണം, എന്തൊക്കെ തരത്തിൽ ഈ നിലപാടുകൾ സ്വീകരിക്കണം തുടങ്ങിയ കാര്യങ്ങളിൽ ഒന്നും ഒരു തരത്തിലുള്ള ആശയക്കുഴപ്പവും ഇറാനില്ല. അതായത് മുജ്തബ ഖാംനെയി പുറത്തു വന്നാലും ഇല്ലെങ്കിലും, ഇപ്പോൾ പുറത്തു വന്നില്ല പേടിച്ചിട്ടാണ് എന്ന രീതിയിലൊക്കെ പല പ്രചാരണങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ ടോപ്പ് ലീഡറെ സംരക്ഷിച്ചു നിർത്തുക എന്നത് തന്നെയാണ് ഇറാൻ്റെ ഉത്തരവാദിത്വം. അങ്ങനെ ആ ഒരു നിലയ്ക്കാണ് ഇറാൻ മുജ്തബയെ സംരക്ഷിച്ചു നിർത്തുന്നത് എന്ന് മാത്രമല്ല, ഇത്രയധികം ഇൻ്റലിജൻസ് നെറ്റ്വർക്കുകളും ചാരക്കണ്ണുകളും സ്പൈ ഏജൻസികളും മൊസാദ് എന്ന് പറയുന്ന ഏജൻസി ഒക്കെ ഉണ്ടായിട്ടും ഒരു തരത്തിലും പിടികിട്ടുന്നില്ല മുജ്തബയെ എന്ന് പറയുന്നത് അവർക്ക് വലിയ നാണക്കേടാണെന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട. അതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രഹരം. ഇത്രയും വലിയ ഒരു നെറ്റ്വർക്കിലേക്ക് കടന്നു കയറി ഇറാൻ്റെ പരമോന്നത നേതാവിനെ എവിടെയാണ് ഉള്ളത് എന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഇറാൻ്റെ നെറ്റ്വർക്ക് അത്രയും ശക്തമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ട്രംപ് കടന്ന് വെല്ലുവിളിച്ചാലോ, നിരന്തരമായി ആക്രമണങ്ങൾ നടത്തിയാലോ, പ്രകോപനങ്ങൾ നടത്തിയാലോ, അല്ലെങ്കിൽ ഖാംനെയുടെ സംസ്കാര ചടങ്ങുകൾ പോലും അട്ടിമറിക്കാൻ ശ്രമിച്ചാലോ ഒന്നും ഒരു തരത്തിലും ഇറാനെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് ഇറാൻ ആവർത്തിച്ച് തെളിയിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അതായത് മുജ്തബ എവിടെയാണ് എന്ന് കണ്ടെത്താൻ കഴിയാത്തത് മൊസാദിന് ശക്തമായ തിരിച്ചടിയാണ്, വെല്ലുവിളിയാണ്. അക്ഷരാർത്ഥത്തിൽ നമുക്ക് പറയുകയാണെങ്കിൽ മൊസാദിൻ്റെ അഹങ്കാരങ്ങൾ തീർത്ത് കെട്ടുന്ന അവസ്ഥയിലേക്ക് മുജ്തബ നീങ്ങിയിരിക്കുന്നു. അത് ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറ്റാക്കാണ്. അതായത് തങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് പിടികൊടുക്കാതെ അതിശക്തമായി തിരിച്ചടിക്കുക, അതിശക്തമായി മുന്നറിയിപ്പ് നൽകുക, അവരുടെ ഭരണ സംവിധാനങ്ങൾ ഗംഭീരമായി മുന്നോട്ട് കൊണ്ടുപോവുക, അവരുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ആയത്തുള്ള അലി ഖാംനെയുടെ സംസ്കാര ചടങ്ങുകൾ വിപുലമായി ഒരു തടസ്സവുമില്ലാതെ ലോകം മുഴുവൻ അമ്പരക്കുന്ന വിധത്തിൽ നടത്തുക തുടങ്ങിയവയൊക്കെ ഒരു പ്രത്യാക്രമണത്തിൻ്റെ തീവ്രതയോടുകൂടി തന്നെയാണ് ഇറാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വലിയ തിരിച്ചടികൾ ലഭിച്ചിരിക്കുന്നു ട്രംപിനും ഇസ്രായേലിനും. അതിൽ തന്നെ ഈ രഹസ്യാന്വേഷണ ഏജൻസികൾ, ഇൻ്റലിജൻസ് ഏജൻസികൾ തുടങ്ങിയവയ്ക്കൊക്കെ ഉണ്ടാകുന്ന ഈ വീഴ്ച എന്നല്ല, അവരുടെ പോലും റഡാറിനപ്പുറത്തേക്ക് ഇറാൻ കാര്യങ്ങൾ വളരെ സംരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. ടോപ്പ് ലീഡേഴ്സിനെ സംരക്ഷിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് വലിയ ഒരു നേട്ടമായി തന്നെയാണ് ഇറാൻ വിലയിരുത്തുന്നത്. എന്തായാലും മുജ്തബയെ പിടികൂടാൻ കഴിയാത്തത്, അല്ലെങ്കിൽ മുജ്തബ എവിടെയാണ്, എന്താണ് നീക്കങ്ങൾ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തത് മൊസാദ് ഉൾപ്പെടെയുള്ള ഇൻ്റലിജൻസ് ചാര ഏജൻസികൾക്ക് വലിയ തിരിച്ചടി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല.